ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 8 ജോയിനിങ് ആംഗിൾസ് പാർട്ട് 2 പേജ് നമ്പർ 130 ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് ലീനിയർ പെയർ എന്താണെന്ന് നോക്കാം. മലയാളത്തിൽ രേഖീയ ജോഡികൾ. When two lines meet, the sum of the angles on either side is 180 degree. രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസ് നമ്മൾ ആഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ 180 ആയിരിക്കും. ഇതേ പിക്ചറിൽ നോക്കിക്കേ, ഒരു സ്ട്രെയിറ്റ് ലൈനിന് മുകളിൽ നിന്നും ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ രണ്ട് ആംഗിൾസ് ഉണ്ടാകുന്നു, എയും ബിയും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ആംഗിൾ എയും ആംഗിൾ ബിയും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അത് ഇങ്ങനെ പറയാം. വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? ദ സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. ഒരു ലീനിയർ പെയറിൻ്റെ രണ്ട് ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ 180 ആയിരിക്കും. ഓക്കെ, ഇത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം, ഹൗ മച്ച് ഈസ് ആംഗിൾ എ സി ഇ ഇൻ ദ പിക്ചർ ബിലോ. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ എ സി ഇ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വേറൊരു ലൈന് വന്ന് അത് കട്ട് ചെയ്യുമ്പോൾ അവിടെ ലീനിയർ പെയേഴ്സ് ഉണ്ടാകും. ആ ലീനിയർ പെയർ എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്, 50 ഡിഗ്രി 25 ഡിഗ്രി. ഈ മറ്റൊരു ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്തിട്ട് 180യിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തേർഡ് ആംഗിൾ കിട്ടും. നോക്കാം. ടോട്ടൽ ആംഗിൾ ഈക്വൽ ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ഇ സി ഡി പ്ലസ് ആംഗിൾ ഡി സി ബി ഈക്വൽ 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ സി ഇ ആണ് നമുക്ക് കാണേണ്ടത്, അത് എഴുതുക. പ്ലസ് ആംഗിൾ ഇ സി ഡി എത്രയാണ് തന്നിട്ടുള്ളത്? 50 ഡിഗ്രി. അപ്പോൾ അവിടെ 50 ഡിഗ്രി എഴുതണം. പ്ലസ് ആംഗിൾ ഡി സി ബി എത്രയാണ് തന്നിട്ടുള്ളത്? 25 ഡിഗ്രി ഈക്വൽ. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം, അതവിടെ എഴുതുക. ആംഗിൾ എ സി ഇ പ്ലസ് 50 ഡിഗ്രിയും 25 ഡിഗ്രിയും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 75 ഡിഗ്രി, അതാണ് അവിടെ എഴുതേണ്ടത്. ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ എ സി ഇ ഈക്വൽ 180 ഡിഗ്രി മൈനസ് 75 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ സി എത്ര കിട്ടി? 105 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഇൻ ദ പിക്ചർ. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ട് സെറ്റ് സ്ക്വയർ ഒരു സ്കെയിലിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നടുക്ക് ഒരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്. ആ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, രണ്ട് സെറ്റ് സ്ക്വയർ, അതിൽ ആദ്യത്തെ സെറ്റ് സ്ക്വയറിൻ്റെ ആ ഒരു ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം. മറ്റേ സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾ 60 ഡിഗ്രി ആണെന്നും അറിയാം. അപ്പോൾ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 45ഉം 60യും ആഡ് ചെയ്തിട്ട് 180യിൽ നിന്നും മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ ആംഗിൾ ഈക്വൽ 180 ഡിഗ്രി. അപ്പോൾ ആദ്യം നമുക്ക് നടുക്ക് തന്നിരിക്കുന്ന കണ്ടുപിടിക്കേണ്ട ആംഗിളിന് ഞാനിവിടെ എ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എഴുതാം. ആംഗിൾ എ പ്ലസ് 45 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ഈക്വൽ 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് 45ഉം 60യും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 105 ഡിഗ്രി കിട്ടും അല്ലേ? അത് എഴുതുക. 105 ഡിഗ്രി ഈക്വൽ 180 ഡിഗ്രി. ഇതിൽ ആംഗിൾ എ കാണാൻ എന്ത് ചെയ്യണം? ആംഗിൾ എ ഈക്വൽ 180 മൈനസ് 105 ഡിഗ്രി. സോ ആംഗിൾ എ ഈക്വൽ 75 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ്, in the picture below, angle ACE equal angle BCD. Find the measure of each. താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ ആംഗിൾ എ സി ഇയും ആംഗിൾ ബി സി ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നടുവിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളിൻ്റെയും എത്ര ഡിഗ്രിയാണ് ഈ രണ്ട് ആംഗിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലീനിയർ ആംഗിൾസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ എ സി ഇയും ആംഗിൾ ബി സി ഡിയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും നമുക്കറിയില്ല, അതുകൊണ്ട് എക്സ് എന്ന് ഒരു പേര് കൊടുക്കാം. രണ്ടും സെയിം ആണല്ലോ, അപ്പോൾ രണ്ടിടത്തും എക്സ് എന്ന് കൊടുക്കാം. ടോട്ടൽ ആംഗിൾ ഈക്വൽ 180 ഡിഗ്രി. ഇനി ഇത് മൂന്നും നമുക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം എക്സ് ആണല്ലോ, എക്സ് പ്ലസ് നടുവിലുള്ളത് 30 ഡിഗ്രി പ്ലസ് ലാസ്റ്റ് വൺ എക്സ്. അപ്പോൾ അതുപോലെ എഴുതാം, എക്സ് പ്ലസ് 30 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ 180 ഡിഗ്രി. രണ്ട് എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 2x അല്ലേ? 2x പ്ലസ് 30 ഡിഗ്രി ഈക്വൽ 180 ഡിഗ്രി. 2x ഈക്വൽ 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. 2x ഈക്വൽ 150 ഡിഗ്രി. അപ്പോൾ എക്സ് എങ്ങനെയാണ് കാണും? എക്സ് ഈക്വൽ 150 ഡിഗ്രി ബൈ 2. എത്രയാണ് ആൻസർ? എക്സ് ഈക്വൽ 75 ഡിഗ്രി. അപ്പോൾ രണ്ട് ഭാഗത്തും 75 ഡിഗ്രിയാണ്. നോക്കിക്കേ, നമുക്ക് ഇത് ശരിയാണോ നോക്കാം. ഈ ആദ്യം എ സി ഇ 75 ആയിരിക്കും, നടുവിൽ 30 ഡിഗ്രി. ആംഗിൾ ബി സി ഡിയും എത്രയായിരിക്കും? 75. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One angle of a linear pair is twice the other. How much is each? നമുക്കപ്പോൾ ഒരു റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൺ ആംഗിൾ ഓഫ് എ ലീനിയർ പെയർ ഈസ് ട്വൈസ് ദി അതർ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതിലൊരു ലൈൻ ഇങ്ങനെ അത് കട്ട് ചെയ്യുക. അപ്പോൾ രണ്ട് ആംഗിൾ നമുക്ക് കിട്ടും അല്ലേ? ഇത് ഈ പിക്ചറിൽ നമുക്ക് റഫായിട്ട് വരച്ചിട്ടുണ്ട്. ഒരു ആംഗിൾ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, മറ്റത് ട്വൈസ് ആണെന്നാണ് പറഞ്ഞത്. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. ഒന്ന് എക്സ് ആണെങ്കിൽ അത് 2x ആണ് മറ്റേ ആംഗിൾ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ആംഗിൾ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, സെക്കൻഡ് ആംഗിൾ 2x. ടോട്ടൽ ആംഗിൾ എത്ര വരണം? നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി. അപ്പോൾ രണ്ടും ആഡ് ചെയ്യാം. എങ്ങനെയാണ് ആഡ് ചെയ്യുക? എക്സ് പ്ലസ് 2x ഈക്വൽ 180 ഡിഗ്രി. അപ്പോൾ എക്സും 2xും ആഡ് ചെയ്യുമ്പോൾ 3x ഈക്വൽ 180 ഡിഗ്രി. എക്സ് ഈക്വൽ 180 ഡിഗ്രി ബൈ 3. സോ എക്സ് ഈക്വൽ 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആംഗിൾ അതായത് എക്സ് 60 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കും? സെക്കൻഡ് ആംഗിൾ അത് ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ട്വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 2x ആണ് അല്ലേ? അപ്പോൾ 60, ഒരു ആംഗിൾ 60 ആണെങ്കിൽ മറ്റ് ട്വൈസ് ദി അതർ എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 × x, 2 × 60 ഈക്വൽ 120 ഡിഗ്രി.